നൊവൈസ് PSC ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/2024 ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്. ഗറില്ല സമരം നടത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ സി താന്ത്യുതോപ്പി ആയിരുന്നു. താന്ത്യുതോപ്പി ഏത് പ്രദേശത്താണ് നേതൃത്വം കൊടുത്തിരുന്നത്? ഗ്വാളിയോറിലാണ് താന്ത്യുതോപ്പി. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലായിരുന്നു. നാനാ സാഹിബ് കാൺപൂരിൽ. കൻവർ സിംഗ് എവിടെയാണ്? കൻവർ സിംഗ് ബീഹാർ, ജഗദീഷ്പൂർ, ആര 3 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ബീഹാർ, ജഗദീഷ്പൂർ, ആര. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ഏതാ? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് എന്നാണ് രൂപം കൊള്ളുന്നത്? 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ചതാരായിരുന്നു? അത് പോറ്റി ശ്രീരാമലുവാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഫസൽ അലി ആയിരുന്നു. ഡോക്ടർ ഫസൽ അലി ആയിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷൻ. മറ്റ് 2 അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? HN കുൻസ്രുവും സർദാർ KM പണിക്കരുമായിരുന്നു. 1956 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു ശുപാർശ ചെയ്തത്? ഭാഷാടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കണമെന്നാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. അതിന് പ്രകാരം 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. എന്നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്? 1948 ഏപ്രിൽ 7 ഏപ്രിൽ 7 എന്താണ്? ലോകാരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. അടുത്ത ചോദ്യം, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കാനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വർഷങ്ങൾ അറിയണം. നിസ്സഹകരണ പ്രസ്ഥാനം എന്നായിരുന്നു? 1920 മുതൽ 22 വരെയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു? അത് ചൗരി ചൗര സംഭവമായിരുന്നു. ഗീതാ സത്യാഗ്രഹം എന്നായിരുന്നു? 1918. ചമ്പാരൻ സത്യാഗ്രഹമോ? 1917. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. അപ്പോൾ ഓർഡർ എങ്ങനെയാണ്? 3, 2, 1, 4. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത്, ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 2 മാത്രം. 8 തിരമാലകൾ എന്നാൽ ഉപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹമാണ് എന്ത്? തിരമാലകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലത്തെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. തെറ്റ് കണ്ടുപിടിക്കാനാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രസ്താവന ശരിയാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തെറ്റ് 1 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ. അടുത്തത്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഏതൊക്കെ? പുക താഴ്വരയും മണികരനും. 1ഉം 2ഉം ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. 12ാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ഓപ്ഷൻ സി ആണ്. മിഷോങ് ആണ്. 13 ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ്. ഓപ്ഷൻ എ പുറംപണിക്കരാർ. ആഗോളവൽക്കരണത്തിൻ്റെയാണ്. 14 GST നിലവിൽ വന്നതെന്ന്? 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന. 1 ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ശരി. അത്യുൽപാദനം മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ശരി. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഈ പ്രസ്താവനയും ശരി. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന. ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവനയാണ്. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ശരിയാണ്. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ശരിയാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. തെറ്റാണ്. ദീർഘകാല നടപടികളായിരുന്നു. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതും ശരിയാണ്. അപ്പോൾ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 17. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. ശരിയാണ്. സഹകരണ ഫെഡറലിസം. ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നതെന്നാണ്? ഓഗസ്റ്റ് 28, 2014 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ശരി. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതും ശരിയാണ്. അപ്പം തെറ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം. അടുത്ത ചോദ്യം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്താനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആ പ്രസ്താവന ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കേണ്ടതുണ്ട്. തെറ്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി 1, 2 ശരി. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റിലാണ്. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. തെറ്റാണ്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. ഈ പ്രസ്താവനയും തെറ്റാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയാണ്. 74ാമത് ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. അപ്പോൾ ഓപ്ഷൻ സി 3ഉം 4ഉം ശരി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. ഡിസംബർ 6 രൂപീകരിച്ചു. 9 ആദ്യത്തെ സമ്മേളനം. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഈ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ എ ആണ്. എ, ബി ശരി. അടുത്ത ചോദ്യം. 25. താഴെ പറയുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. 1988 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. തെറ്റാണ്. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത. ശരി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. ശരിയാണ്. പ്രസ്താവന. അന്തരിച്ചത് 2023 നവംബർ 22 ഇത് തെറ്റാണ്. നവംബർ 23 അന്തരിക്കുന്നത്. നവംബർ 21 ആരാണ് അന്തരിച്ചത്? പി വത്സല. അന്തരിക്കുന്നത് നവംബർ 21 2023 നവംബർ 21 പി വത്സല അന്തരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി 2, 3 ശരി. 26. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ് നിലവിലെ UPSC ചെയർമാൻ. അജയ് കുമാർ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ്? 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്തു വെച്ചിരിക്കുന്നത്. ബി. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്.
ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. ഈ പ്രസ്താവന തെറ്റാണ്. വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 19. അടുത്തത്, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ്, 2008 28 നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസ് ലോ, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് ലോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ്? ഓപ്ഷൻ ബി, ഹൈക്കോടതിക്കാണ്. 32. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഓപ്ഷൻ എ, ഡോപ്പാമിൻ ആണ്. 33. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, സിറോഫ്താൽമിയ. 34. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏത്? പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം. ശരിയാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ശരിയാണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. തെറ്റാണ്. ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഇതും തെറ്റാണ്. അപ്പോൾ തെറ്റായത് ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ്. 35. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് ഏത്? ഓപ്ഷൻ ബി, തൈമിൻ. 36. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ഓപ്ഷൻ എ, ചെറുതന. ശിശുക്കൾ ചെറുതല്ലേ, ഇപ്പം ചെറുതന. 37. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ. 38. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഓപ്ഷൻ ബി, റേഡിയോ തരംഗമാണ്. തരംഗദൈർഘ്യം കുറഞ്ഞത് ഏതിനാണ്? ഓപ്ഷൻ എ, ഗാമ തരംഗത്തിനാണ്. ആവൃത്തി കുറഞ്ഞത് ഏതിനാണ്? റേഡിയോ തരംഗത്തിനാണ്. ആൻസർ ഓപ്ഷൻ ബി, റേഡിയോ തരംഗമാണ്. 39ാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് 40. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? ഓപ്ഷൻ സി, 11.2 km/s തന്നെയാണ്. 41. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി, 2 atm ആണ്. 42. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി, 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? ഓപ്ഷൻ എ, നിക്കലാണ്. 44. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. വായു കുമിളകൾ ഇത് ഏതാണ്? ഓപ്ഷൻ ബി, ബോയിൽ നിയമമാണ്. 45. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഓപ്ഷൻ ഡി, ഹീലിയത്തിനാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, കൂടിയാട്ടമാണ്. 47. ഒളിമ്പിക്സിലെ ആദ്യ ടീം ഇനം? ഓപ്ഷൻ ബി, ഫുട്ബോൾ. ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. 49. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, വള്ളത്തോളിൻ്റെതാണ്. 50. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഓപ്ഷൻ ബി, H9N2 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.